ഓക്സിഡേഷൻ ആർക്കാണ് സംഭവിച്ചത്? റിഡക്ഷൻ ആർക്കാണ് സംഭവിച്ചത്? ഓക്സിഡൈസിങ് ഏജന്റ് ആരാണ്? ആരുടെ ഓക്സിഡേഷൻ നമ്പർ ഡിക്രീസ് ആയത്? സൾഫറിന്റെ 0ൽ നിന്ന് -2ലേക്ക് കുറഞ്ഞു. ഇങ്ങനെ ഓക്സിഡേഷൻ നമ്പർ കണ്ടു കഴിഞ്ഞാൽ മിസ് അടുത്ത സ്റ്റെപ്പ് എന്താണ്? അതാണ് നിങ്ങളുടെ അടുത്ത ചോദ്യം അല്ലെ. ആരാണ് നിരോക്സീകരിക്കപ്പെട്ടത്? റിഡക്ഷൻ ആർക്കാണ് സംഭവിച്ചത്? യെസ്. ഹായ് ഡിയേഴ്സ്, വെൽക്കം ടു ഈഗൾ ലേണിംഗ് ആപ്പ്. അപ്പൊ നമ്മളിത് റിഡോക്സ് റിയാക്ഷൻ എന്ന് പറയുന്ന ചാപ്റ്റർ ഈ ഒരൊറ്റ വീഡിയോയിലൂടെ നിങ്ങളെ പഠിപ്പിക്കാൻ വേണ്ടി പോവാം. ഓക്കെ, നിങ്ങൾ റെഡിയാണോ? യെസ്. അപ്പോൾ ഈ ഒറ്റ വീഡിയോ മതി നിങ്ങൾക്ക് നമ്മുടെ ഈ റിഡോക്സ് റിയാക്ഷൻ എന്ന് പറയുന്ന ചാപ്റ്റർ പഠിച്ചെടുക്കാൻ. ഓക്കെ, ഈ ചാപ്റ്ററിന് ചോദിക്കാവുന്ന എല്ലാ ക്വസ്റ്റ്യൻസും മിസ് ഈ വീഡിയോയിലൂടെ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. ആൻഡ് നിങ്ങൾക്ക് ഇതിനേക്കാൾ കൂടുതൽ വീഡിയോസ് അല്ലെങ്കിൽ ഇതിനേക്കാൾ എന്തെങ്കിലും കൂടുതൽ ആവശ്യമുണ്ട് എന്ന് തോന്നിക്കഴിഞ്ഞാൽ നിങ്ങൾ എന്ത് ചെയ്യുക? നമ്മുടെ വീഡിയോയുടെ താഴെ കമൻറ്റ് ചെയ്താൽ മിസ് അതിനനുസരിച്ചുള്ള വീഡിയോസ് ചെയ്യുന്നതായിരിക്കും. ആൻഡ് ഇതിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ ധൈര്യമായിട്ട് കമൻറ്റ് ചെയ്തോളൂ. മിസ് അതിനനുസരിച്ചുള്ള അപ്പം അറ്റ് ദ സ്പോട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്ത് തരും? അതിൻ്റെ ആൻസേഴ്സ് റിസോൾവ് ചെയ്ത് തരും. ഓക്കെ അല്ലേ? യെസ്. അപ്പോൾ ഞാൻ ഇതൊരു പദസൂര്യനും കൊണ്ട് ഇന്ന് വന്നേക്കുന്നത്. ഓക്കെ, ഒരു പദസൂര്യൻ വെച്ചുകൊണ്ട് എൻ്റെ മക്കള് റിഡോക്സ് റിയാക്ഷൻ എന്ന് പറയുന്ന ചാപ്റ്റർ പഠിക്കാൻ പോവാം. നല്ല രസമല്ലേ? യെസ്. അപ്പോൾ ഈ പദസൂര്യൻ കംപ്ലീറ്റ് ഒന്ന് പഠിച്ചെടുക്കുക. ഏത് കെമിക്കൽ ഇക്വേഷൻ തന്നു കഴിഞ്ഞാലും ഇതേപോലെ എല്ലാത്തിൻ്റെയും ആൻസേഴ്സ് ചെയ്യാൻ കഴിയുന്നുണ്ടോ എന്ന് നിങ്ങൾ ഉറപ്പാക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ഒരു ചാപ്റ്ററിന് എവിടെയും മാർക്ക് പോകത്തില്ല. ഓക്കെ, അപ്പോൾ ക്വസ്റ്റ്യൻ വരാനുള്ള എല്ലാ ചാൻസസും ഉള്ള ഒരു വീഡിയോ ആണ്. എൻ്റെ മക്കൾ മറന്നു പോവാതെ കംപ്ലീറ്റ് ആയിട്ട് ഇരുന്ന് കാണാം. ആൻഡ് നിങ്ങളുടെ ഫ്രണ്ട്സിനും ഇത് അയച്ചു കൊടുക്കണം, അവരും പഠിക്കട്ടെ. ഓക്കെ, യെസ്. അപ്പോൾ നമുക്കിവിടെ ഒരു ഇക്വേഷൻ തന്നിട്ടുണ്ട് മക്കളെ. എന്താ ഇക്വേഷൻ എന്ന് വെച്ചാൽ ഇതാ നോക്കിക്കോളൂ. Fe എന്ന് പറഞ്ഞാൽ നമ്മുടെ അയൺ അല്ലേ? Fe പ്ലസ് എസ് എന്ന് പറഞ്ഞാൽ സൾഫർ ആണ്. ടു ഗീവ് FeS, അതായത് അയോണും സൾഫറോട് കമ്പൈൻ ചെയ്ത് FeS എന്ന് പറയുന്ന കോമ്പൗണ്ട് അല്ലെങ്കിൽ സംയുക്തം ഉണ്ടായിട്ടുണ്ട്. ഓക്കെ, ഈ ഒരു കെമിക്കൽ ഇങ്ങനെ ഒരു കെമിക്കൽ ഇക്വേഷൻ ആയിരിക്കും എൻ്റെ മക്കൾക്ക് തരാം. ഈ കെമിക്കൽ ഇക്വേഷന് നമ്മൾ 4 കാര്യങ്ങളാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് കണ്ടുപിടിക്കാനുള്ളത്. ഏതൊക്കെ 4 കാര്യങ്ങൾ എന്ന് ചോദിച്ചാൽ ഓക്സിഡേഷൻ, റിഡക്ഷൻ, ഓക്സിഡൈസിങ് ഏജന്റ്, റെഡ്യൂസിങ് ഏജന്റ് ആൻഡ് മലയാളം എഴുത്തിലാണെങ്കിൽ ഓക്സീകരണം, നിരോക്സീകരണം, ഓക്സികാരി, നിരോക്സികാരി, ഇത്രയും ആളുകളെയാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് കണ്ടുപിടിക്കാനുള്ളത്. ആൻഡ് അതിനേക്കാളും കൂടുതൽ ക്വസ്റ്റ്യൻസ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, യെസ്. അപ്പോൾ ഇത്രയും 4 കാര്യങ്ങൾ നിങ്ങൾക്ക് ഇതുപോലൊരു കെമിക്കൽ ഇക്വേഷൻ കിട്ടിക്കഴിഞ്ഞാൽ കണ്ടുപിടിക്കാൻ പറ്റുമെങ്കിൽ യു ആർ സക്സസ്. ഓക്കെ, നിങ്ങൾ ഈ ചാപ്റ്റർ പഠിച്ചു. ഓക്കെ അല്ലേ? യെസ്. അപ്പോൾ ഇങ്ങനൊരു കെമിക്കൽ ഇക്വേഷൻ കിട്ടിക്കഴിഞ്ഞാലുണ്ടല്ലോ മക്കളെ, നിങ്ങൾ ആദ്യം ചെയ്യേണ്ട കാര്യമാണ് ഇതിലുള്ള ഓരോ എലമെന്റ്സിൻ്റെയും ഓക്സിഡേഷൻ നമ്പർ കണ്ടുപിടിച്ച് വെക്കാം. ഓക്കെ, ഓരോ എലമെന്റ്സിൻ്റെയും ഓക്സിഡേഷൻ നമ്പർ കണ്ടുപിടിച്ച് വെക്കണം. ഇവിടെ നമുക്ക് Fe+S ആണ് നമ്മുടെ റിയാക്ടൻസിൻ്റെ അല്ലെങ്കിൽ അഭികാരങ്ങളുടെ ഭാഗത്തുള്ളത്. Feയും സൾഫർ. ഓക്കെ, അയോണും സൾഫർ. ഇവിടെ നോക്കിക്കേ മക്കളെ, നമ്മൾ അയോൺ ആയാലും സൾഫർ ആയാലും ഒറ്റയ്ക്കല്ലേ നിൽക്കുന്നത്? അയോണിന്റെ കൂടെ വേറെ ഏതെങ്കിലും എലമെന്റ് ഉണ്ടോ? ഇല്ല. സൾഫറിന്റെ കൂടെ ഉണ്ടോ? ഇല്ല. അതായത് ഇവന്മാർ രണ്ടുപേരും എലമെന്റൽ സ്റ്റേറ്റിലാണ് കിടക്കുന്നത് അല്ലെ? എലമെന്റൽ സ്റ്റേറ്റ് ഒറ്റയ്ക്കാണ്, വേറെ ആരുമില്ല. ഓക്കെ, Feയുടെ കൂടെ വേറെ ഏതെങ്കിലും എലമെന്റ്സ് കമ്പൈൻ ചെയ്തിട്ടുണ്ടോ? ഇല്ല. സൾഫറിന്റെ കൂടെ ആണെങ്കിലും ഇല്ല. ഇവരൊക്കെ എലമെന്റൽ സ്റ്റേറ്റിലാണ് കിടക്കുന്നത്. Therefore നമുക്ക് ഇവരുടെയൊക്കെ ഓക്സിഡേഷൻ നമ്പർ എത്രയെന്ന് പറയാം? 0 ആണെന്ന് പറയാം. ഓക്കെ, എലമെന്റൽ സ്റ്റേറ്റിൽ ഇരിക്കുന്ന എലമെന്റ്സിന്റെ ഓക്സിഡേഷൻ നമ്പർ 0 ആയിരിക്കും. അപ്പൊ നിങ്ങൾക്ക് സംശയം ഉണ്ടാകും, മിസ്സേ ഈ N2, O2 ആൻഡ് Cl2 ഇതുപോലുള്ള എലമെന്റ്സിന്റെ മോളിക്യൂൾസിന്റെ അല്ലെങ്കിൽ എലമെന്റ്സിന്റെ ഓക്സിഡേഷൻ നമ്പർ എത്രയായിരിക്കും? എടാ, ഇവരുടെ അവസ്ഥ നോക്കിക്കേ നിങ്ങൾ. ഈ N2യുടെ കൂടി ആയാലും O2 ആയാലും Cl2 ആയാലും വേറെ ഏതെങ്കിലും എലമെന്റ്സ് ഇവന്മാരുടെ കൂടെ ഉണ്ടോ? ഇല്ല അല്ലേ? അതുകൊണ്ട് ഇവന്മാരെ നമുക്ക് എന്ത് വിളിക്കാം? എലമെന്റൽ മോളിക്യൂൾസ് എന്ന് പറയും. ദാറ്റ് ഈസ് ഇവന്മാരൊക്കെ എലമെന്റൽ സ്റ്റേറ്റിലാണുള്ളത്. ക്ലിയർ? ഓക്കെ, അതുകൊണ്ട് തന്നെ ഇവന്മാരുടെയും ഓക്സിഡേഷൻ നമ്പർ എത്രയായിരിക്കടാ? 0 ആയിരിക്കും. ഓക്കെ, ക്ലിയർ അല്ലേ? യെസ്. ഇനി സൾഫറിന്റെയും Feയുടെയും ഓക്സിഡേഷൻ നമ്പർ നമുക്ക് കിട്ടി. അതായത് അഭികാരകങ്ങളുടെ റിയാക്ടൻസിന്റെ ഭാഗത്തുള്ള ഓക്സിഡേഷൻ നമ്പർ നമ്മൾ കണ്ടുപിടിച്ചു. ഇനി നമുക്ക് കണ്ടുപിടിക്കാനുള്ള ആരെയാണ്? Fes എന്ന് പറയുന്ന കോമ്പൗണ്ടിന്റെ ആണ്. Fes ഒരു കോമ്പൗണ്ടായി മാറിയല്ലേ റിയാക്ഷന് ശേഷം? Fes എന്ന് പറയുന്ന കോമ്പൗണ്ടിലെ Feയുടെയും എസിന്റെയും ഓക്സിഡേഷൻ നമ്പർ കണ്ടുപിടിക്കാൻ നമുക്ക് ആകെ 2 ഹിന്റേ തന്നിട്ടുള്ളൂ. ദാറ്റ് ഹിന്റ് ഈസ് വാലൻസി. എന്താ തന്നിരിക്കുന്നത്? വാലൻസി മാത്രമേ തന്നിട്ടുള്ളൂ. ഈ വാലൻസിയിൽ നിന്ന് നമ്മൾ Feയുടെയും സൾഫറിന്റെയും ഓക്സിഡേഷൻ നമ്പർ കാണണം. ഓക്കെ, വാലൻസിയിൽ Feയുടെ വാലൻസ് തന്നിരിക്കുന്നത് 2 ആ. ആൻഡ് സൾഫറിന്റെ വാലൻസ് തന്നിരിക്കുന്നത് എത്രയാണ്? അതും 2 ആ. ക്ലിയർ? ഇനി Feയുടെയും സൾഫറിന്റെയും ഓക്സിഡേഷൻ നമ്പർ നമ്മൾ ഇത് വെച്ചിട്ട് കണ്ടുപിടിക്കണം. എങ്ങനെ കണ്ടുപിടിക്കാം?
മക്കളെ FeS എന്ന് പറയുന്ന ഈ ഒരു കോമ്പൗണ്ടില് ആരാ മെറ്റല്? ലോഹം ആരാണ്? യെസ്, Fe ആണ്. അതിൽ സംശയമുണ്ടോ? ഇല്ല. അപ്പൊ സൾഫർ ആരാണ്? നോൺ മെറ്റൽ ആണ്, അലോഹമാണ്. ക്ലിയർ? അപ്പോൾ Fe അല്ലെങ്കിൽ മെറ്റൽസ് ജനറലി എന്താ പൊതുവെ എന്താ ചെയ്യുക? ഇലക്ട്രോൺസിനെ വിട്ടുകൊടുക്കുക ചെയ്യാം. ഓക്കെ, അപ്പൊ Feയുടെ വാലൻസി എന്ന് പറഞ്ഞാൽ ഇവിടെ 2 ആണ്. 2 നമ്മുടെ Feയുടെ വാലൻസി. Fe മെറ്റൽ ആയതുകൊണ്ട് നമുക്ക് പറയാം Fe 2 ഇലക്ട്രോണുകളെ വിട്ടുകൊടുക്കുന്നു. ഇലക്ട്രോണുകളെ വിട്ടുകൊടുക്കുകയാണെങ്കിൽ ചാർജ് എന്തായിരിക്കും? പോസിറ്റീവ് ആയിരിക്കും. ദാറ്റ് ഈസ് ഓക്സിഡേഷൻ നമ്പർ ഓഫ് Fe ഈസ് +2. ഓക്കെ, ഇനി സൾഫറിന്റെ കേസ് നോക്കണേ. സൾഫർ നോൺ മെറ്റലാ, അലോഹമാ. അലോഹം സാധാരണ എന്താ ചെയ്യുക? ഇലക്ട്രോണുകളെ സ്വീകരിക്കുക ചെയ്യുക. ഓക്കെ, ഗെയിൻ ചെയ്യുക ചെയ്യുന്നത്. നമ്മുടെ സൾഫറിന്റെ വാലൻസി എത്രയാടാ? 2 ആണ് സൾഫറിന്റെ വാലൻസി. അതായത് സൾഫർ റിയാക്ഷനിൽ 2 ഇലക്ട്രോണുകളെ സ്വീകരിക്കുന്നു. ദാറ്റ് ഈസ് സൾഫറിന്റെ ചാർജ് എന്തായിരിക്കും? മൈനസ് ആയിരിക്കും. എത്ര ഇലക്ട്രോണുകളെ സ്വീകരിക്കുന്നുണ്ട്? 2 ഇലക്ട്രോണുകളെ സ്വീകരിക്കുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ സൾഫറിന്റെ ഓക്സിഡേഷൻ നമ്പർ എന്ന് പറഞ്ഞാൽ -2. ക്ലിയർ ആണോ? ഓക്കെ ആണോ? ഓരോന്നിൻ്റെയും ഓക്സിഡേഷൻ നമ്പർ കണ്ടുപിടിച്ചത് വളരെ ശ്രദ്ധിച്ച് വേണം ചെയ്യാൻ വേണ്ടിയിട്ട്. നിങ്ങൾക്ക് ഇങ്ങനെ ഓക്സിഡേഷൻ നമ്പർ തരത്തില്ല, അത് നിങ്ങൾ സ്വയം കണ്ടുപിടിക്കണം. ഓക്കെ, ഇനിയും ഓക്സിഡേഷൻ നമ്പർ കാണാൻ അറിയില്ലെങ്കിൽ മക്കളെ, നമ്മുടെ ഈ ഒരു ചാനലിൽ SL മിസ് ലച്ചു മിസ് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട് ഓക്സിഡേഷൻ നമ്പർ കാണാനുള്ളത്. എൻ്റെ മക്കൾ അതൊന്ന് കണ്ടുപഠിക്കാം കേട്ടോ. യെസ്, ഇനി എന്താ ചെയ്യേണ്ടത്? ഇങ്ങനെ ഓക്സിഡേഷൻ നമ്പർ കണ്ടു കഴിഞ്ഞാൽ മിസ് അടുത്ത സ്റ്റെപ്പ് എന്താണ്? അതാണ് നിങ്ങളുടെ അടുത്ത ചോദ്യം അല്ലേ. അടുത്ത സ്റ്റെപ്പ് എന്താണെന്ന് ഇപ്പം പറഞ്ഞുതരാമേ. അടുത്ത സ്റ്റെപ്പ് എന്താണെന്ന് ഇത് മയക്കട്ടേടാ. യെസ്, ഇതൊക്കെ മയച്ചു കഴിഞ്ഞു, നമുക്ക് ഇത് മാത്രം മതി. അപ്പൊ അടുത്ത സ്റ്റെപ്പ് എന്താണെന്ന് വെച്ചാൽ ഓക്സിഡേഷൻ നമ്പറും പിന്നെ എലമെന്റ്സിന്റെ ഓരോന്നിന്റെയും ഓക്സിഡേഷൻ നമ്പർ കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ അടുത്ത സ്റ്റെപ്പ് ഓക്സിഡേഷൻ ആർക്കാണ് സംഭവിച്ചത്? റിഡക്ഷൻ ആർക്കാണ് സംഭവിച്ചത്? ഓക്സിഡൈസിങ് ഏജന്റ് ആരാണ്? റെഡ്യൂസിങ് ഏജന്റ് ആരാണ്? ഇവന്മാരെ 4 പേരും കണ്ടുപിടിക്കണം. നോക്കണേ, നിങ്ങൾ എങ്ങനെ കണ്ടുപിടിക്കാൻ? നമ്മുടെ Feയുടെ ഓക്സിഡേഷൻ നമ്പർ 0. ഓക്സിഡേഷൻ നമ്പർ 0യിൽ നിന്നും +2ലേക്ക് കൂടല്ലേ ചെയ്തത്? യെസ്, അതായത് ഓക്സിഡേഷൻ നമ്പർ കൂടുന്ന ആൾക്കായിരിക്കും ഓക്സിഡേഷൻ പ്രോസസ്സ് നടന്നിട്ടുണ്ടാകും. ഇവിടെ Feയുടെ ഓക്സിഡേഷൻ നമ്പർ 0യിൽ നിന്നും +2ലേക്ക് കൂടി. ദാറ്റ് ഈസ് ഓക്സിഡേഷൻ ആർക്കാണ് ഇവിടെ നടന്നത്? Feക്കാണ് ഓക്സിഡേഷൻ നടന്നത്. ഓക്കെ, ഓക്സിഡേഷൻ ആർക്കാണ് നടന്നത്? Feക്ക്, അയണിന്. ഇനി ഓക്സിഡേഷൻ നമ്പർ കുറയുന്ന ആൾക്ക് റിഡക്ഷനാ സംഭവിക്കുക. ഇവിടെ സൾഫറിനല്ലേ ഓക്സിഡേഷൻ നമ്പർ കുറഞ്ഞത് അല്ലേ? സൾഫറിന്റെ റിയാക്ഷന് മുന്നേ 0 ആണ് ഓക്സിഡേഷൻ നമ്പർ. റിയാക്ഷന് ശേഷം -2 ആ. ദാറ്റ് ഈസ് ഓക്സിഡേഷൻ നമ്പർ കുറഞ്ഞു. ഓക്സിഡേഷൻ നമ്പർ കുറയുന്ന ആൾക്ക് എന്ത് പ്രോസസ്സാണ്? റിഡക്ഷൻ ആണ് സംഭവിക്കുന്നത്. എന്താണ്? റിഡക്ഷൻ ആണ്. ക്ലിയർ ആണോ? ഓക്കെ ആണോ? യെസ്. അപ്പോൾ ഓക്സിഡേഷനും റിഡക്ഷനും നമ്മൾ കണ്ടുപിടിച്ചു. ശ്രദ്ധിക്കണേ മക്കളെ, ഒരു കെമിക്കൽ റിയാക്ഷൻ തരുന്നു, നമ്മൾ അതിൽ ഓരോ എലമെന്റ്സിന്റെയും ഓക്സിഡേഷൻ നമ്പർ കാണുന്നു. ഈ ഓക്സിഡേഷൻ നമ്പർ കണ്ടുപിടിച്ചതിന് ശേഷം ആർക്കാണോ ഓക്സിഡേഷൻ നമ്പർ കൂടിയത് അയാൾക്ക് ഓക്സിഡേഷനും സംഭവിച്ചു. ആൻഡ് ആർക്കാണോ ഓക്സിഡേഷൻ നമ്പർ കുറഞ്ഞത് അയാൾക്ക് റിഡക്ഷനാണ് സംഭവിച്ചത്. ഇനി 2 പേരെയും കൂടി കണ്ടുപിടിക്കാനുണ്ട്, ഓക്സിഡൈസിങ് ഏജന്റ് ആൻഡ് റെഡ്യൂസിങ് ഏജന്റ്. നോക്കണേ, നിങ്ങളെ എങ്ങനെ കണ്ടുപിടിക്കാൻ നോക്കാം. ആർക്കാണോ ഓക്സിഡേഷൻ സംഭവിച്ചത് നേരെ ഓപ്പോസിറ്റ് ഇട്ട് കൊടുക്കുക. ആർക്കാണോ ഓക്സിഡേഷൻ സംഭവിച്ചത് അയാളാണ് റെഡ്യൂസിങ് ഏജന്റ്. ദാറ്റ് ഈസ് ഇവിടെ Feക്കാണ് അല്ലേ? Feക്കാണ് ഓക്സിഡേഷൻ സംഭവിച്ചത്. ദാറ്റ് ഈസ് Fe ആണ് ആര് ഇവിടുത്തെ റെഡ്യൂസിങ് ഏജന്റ്. ഓക്കെ, Fe ആണ് ഇവിടുത്തെ റെഡ്യൂസിങ് ഏജന്റ്, അല്ലെങ്കിൽ നിരോക്സികാരി എന്നാട്ടോ മലയാളത്തിൽ പറയാം. ഓക്കെ, നിരോക്സികാരി. ഇനി ആർക്കാണോ റിഡക്ഷൻ സംഭവിച്ചത് അയാളാണ് ഓക്സികാരി അല്ലെങ്കിൽ ഓക്സിഡൈസിങ് ഏജന്റ്. ഇവിടെ ആർക്കാ റിഡക്ഷൻ സംഭവിച്ചത്? സൾഫറിന അല്ലേ? സൾഫറിനാണ് റിഡക്ഷൻ സംഭവിച്ചത്. അപ്പോൾ റിഡക്ഷൻ സംഭവിക്കുന്ന ആളായിരിക്കും ഓക്സിഡൈസിങ് ഏജന്റ്. അപ്പോൾ ഇവിടെ ആരാണ് ഓക്സിഡൈസിങ് ഏജന്റ്? നമ്മുടെ സൾഫറാണ്. ക്ലിയർ അല്ലേ? യെസ്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നിങ്ങളൊരു കെമിക്കൽ ഇക്വേഷൻ കിട്ടിക്കഴിഞ്ഞാൽ കണ്ടുപിടിക്കണം. ഓക്കെ, നിങ്ങൾക്ക് ഇതുമായിട്ടുള്ള ചോദ്യങ്ങൾ മാത്രമേ ഈ ഒരു ചാപ്റ്ററിന് വരത്തുള്ളൂ. ഓക്സിഡേഷൻ നമ്പർ കാണാൻ അത് മിസ് പറഞ്ഞു തന്നല്ലോ. യെസ്, ഓക്സിഡേഷൻ, റിഡക്ഷൻ, ഓക്സിഡൈസിങ് ഏജന്റ്, റെഡ്യൂസിങ് ഏജന്റ് ഇവന്മാരെ കണ്ടുപിടിക്കാൻ അതും പറഞ്ഞു തന്നല്ലോ. യെസ്. ഓക്കെ, ഓക്സിഡേഷന് മലയാളം ഓക്സീകരണം എന്നാണ് മക്കളെ. ആൻഡ് റിഡക്ഷന് മലയാളം നിരോക്സീകരണം. ക്ലിയർ? ഓക്കെ അല്ലേ? ഇനി നമുക്ക് ഇതിലുള്ള ക്വസ്റ്റ്യൻസ് ചെയ്യാം.
ഓക്കെ, ഓരോന്നിൻ്റെ ക്വസ്റ്റ്യൻസ് ചെയ്യാം. അപ്പം നോക്കാം. ആറ്റം ഗെറ്റിംഗ് ഓക്സിഡൈസ്ഡ്. ഏത് ആറ്റം ഓക്സിഡൈസ്ഡ് ആകുന്നത്? ഓക്സീകരിക്കപ്പെട്ട ആറ്റം ഏതാണ്? യെസ്, Fe ആണ്. ഇനി ഓക്സിഡേഷൻ നമ്പർ കൂടുന്ന ആറ്റം അല്ലേ, ആറ്റം ഹൂസ് ഓക്സിഡേഷൻ നമ്പർ ഇൻക്രീസസ് ആരുടെയാണ്? Feയുടെ തന്നെയാ അല്ലേ, Feയുടെ തന്നെയാണ് ഓക്സിഡേഷൻ നമ്പർ. Feയുടെ ഓക്സിഡേഷൻ നമ്പർ 0-ൽ നിന്നും +2-ലേക്ക് കൂടിയിട്ടുണ്ട് അല്ലേ. യെസ്, നെക്സ്റ്റ് ആറ്റം ഹൂസ് ഓക്സിഡേഷൻ നമ്പർ ഡിക്രീസസ്. ആരുടെ ഓക്സിഡേഷൻ നമ്പർ ഡിക്രീസ് ആയത്? സൾഫറിന്റെ 0-ൽ നിന്നും -2-ലേക്ക് കുറഞ്ഞു അല്ലേ, സൾഫറിന്റെ ഓക്സിഡേഷൻ നമ്പർ കുറയുന്നു. യെസ്, ഇനി സൾഫറിന്റെ ഓക്സിഡേഷൻ നമ്പർ പ്രവർത്തനത്തിന് മുമ്പ്, അതായത് രാസപ്രവർത്തനത്തിന് മുമ്പ്, കെമിക്കൽ റിയാക്ഷന് മുന്നേ സൾഫറിന്റെ ഓക്സിഡേഷൻ നമ്പർ എത്രയായിരുന്നടാ? യെസ്, സൾഫർ എലിമെന്റൽ സ്റ്റേറ്റ് ആയിരുന്നു മിസ്സേ. അതുകൊണ്ട് എത്രയായിരിക്കും? 0 ആയിരിക്കും അല്ലേ. 0 എന്നിട്ട് കൊടുത്താൽ മതി. അല്ലെങ്കിൽ നമുക്ക് ഇങ്ങനെ മലയാളത്തിൽ എഴുതാം, അല്ലെങ്കിൽ വേർഡിലായിട്ട് എഴുതി കൊടുക്കാം അല്ലേ. യെസ്, 0 അല്ലെങ്കിൽ 0 എന്ന് എഴുതാം കേട്ടോ. 0 അല്ലെങ്കിൽ 0. ഓക്കെ, സെറ്റാ? യെസ്, നെക്സ്റ്റ് ഓക്സീകാരി ആരാണ്? ഓക്സിഡൈസിങ് ഏജന്റ് ആരാണ്? നമ്മൾ കണ്ടുപിടിച്ചു, ആരാണ്? സൾഫർ ആണ് അല്ലെ. സൾഫർ ആണ് ഓക്സിഡൈസിങ് ഏജന്റ്. നെക്സ്റ്റ് നിരോക്സികാരി ആരാണ്? ആർക്കാണോ ഓക്സിഡേഷൻ നടക്കുന്നത് അയാളാണ് നിരോക്സികാരി അല്ലെങ്കിൽ റെഡ്യൂസിങ് ഏജന്റ്. ആരാണ്? Fe ആണ് നിരോക്സികാരി. നെക്സ്റ്റ് ഓക്സിഡേഷൻ നമ്പർ ഓഫ് Fe ബിഫോർ ദി റിയാക്ഷൻ. ബിഫോർ ദി റിയാക്ഷനിൽ Feയുടെ ഓക്സിഡേഷൻ നമ്പർ എത്രയാണ്? 0 ആണ് അല്ലേ, 0 ആണ്. ഇതൊക്കെ വളരെ സിമ്പിൾ അല്ലേ. ഇപ്പോൾ സിമ്പിളായിട്ട് ഇതിൻ്റെ ആൻസേഴ്സ് ഒക്കെ ചെയ്യാൻ പറ്റുന്നില്ലേ? യെസ്, അത്രയുള്ള വളരെ സിമ്പിൾ ആയിട്ടുള്ള കാര്യങ്ങളാണ്. നമ്മൾ വെറുതെ ചുമ്മാ നമ്മുടെ മാർക്ക് പോക്കേണ്ട ആവശ്യമുണ്ടോ? ഇല്ല. അപ്പോൾ ഈ വീഡിയോ കംപ്ലീറ്റ് ആയിട്ട് കണ്ടു കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് ഈ ക്വസ്റ്റ്യൻ്റെ ആൻസേഴ്സ് ഒക്കെ കാണാൻ പറ്റുള്ളൂ. ഓക്കെ, യെസ്. നെക്സ്റ്റ് ഓക്സിഡേഷൻ നമ്പർ ഓഫ് Fe ആഫ്റ്റർ ദ റിയാക്ഷൻ. എത്രയാണ് റിയാക്ഷന് ശേഷം? +2 അല്ലേ, +2 ആണ്. നമുക്ക് ഈ 0-നെ അക്കത്തിൽ എഴുതി വെച്ചാലോ? യെസ്, 0 എന്ന് ഓർത്ത് വെക്കണേ മക്കളെ, 0 ആണ്. ആൻഡ് ഇവിടെയും എന്ത് തന്നെയാണ്? 0 ആണ്, 0. ഓക്കെ, നെക്സ്റ്റ് ഓക്സിഡേഷൻ നമ്പർ സൾഫർ ആഫ്റ്റർ ദി റിയാക്ഷൻ. ആഫ്റ്റർ ദി റിയാക്ഷൻ സൾഫറിന്റെ ഓക്സിഡേഷൻ നമ്പർ എത്രയാണ്? -2 ആണ്. ഓക്കെ, ക്ലിയർ? ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്. നിരോക്സീകരിക്കപ്പെട്ട ആറ്റം ഗെറ്റിംഗ് റെഡ്യൂസ്ഡ്. ആരാ നിരോക്സീകരിച്ചത്? ആരാണ് നിരോക്സീകരിക്കപ്പെട്ടത്? റിഡക്ഷൻ ആർക്കാണ് സംഭവിച്ചത്? യെസ്, സൾഫറിനാണ് അല്ലേ. സൾഫറിനാണ് റിഡക്ഷൻ സംഭവിച്ചത്. ദാറ്റ് ഈസ് സൾഫറിന്റെ ഓക്സിഡേഷൻ നമ്പർ 0-ൽ നിന്നും -2-ലേക്ക് കുറയാ ചെയ്തത്. ഓക്സിഡേഷൻ നമ്പർ കുറയുന്ന ആൾക്കാണ് എന്ത് സംഭവിക്കുക? റിഡക്ഷൻസ് നടക്കുക. ക്ലിയർ അല്ലേ? ഓക്കെ അല്ലേ? യെസ്. അപ്പം നമ്മൾ ഈ റിഡോക്സ് റിയാക്ഷൻ എന്ന് പറയുന്ന ചാപ്റ്ററിലെ ഏറ്റവും പ്രധാന കണ്ണികളായ ഓക്സിഡേഷൻ നമ്പർ, ഓക്സിഡേഷൻ, റിഡക്ഷൻ, ഓക്സിഡൈസിങ് ഏജന്റ്, ഓക്സികാരി, റെഡ്യൂസിങ് ഏജന്റ്, നിരോക്സികാരി, ഇവരൊക്കെ കണ്ടുപിടിച്ച് കഴിഞ്ഞു. നിങ്ങൾ എന്ത് ചെയ്യാന്ന് വെച്ചാൽ ഇപ്പം നമ്മൾ ചെയ്തല്ലോ, ഇതേപോലെ വേറൊരു കെമിക്കൽ ഇക്വേഷൻ എടുക്കുക. എന്നിട്ട് ഇതാ നമ്മുടെ ഈ പൂക്കളത്തിൻ്റെ എല്ലാ ക്വസ്റ്റ്യൻസിനും ആൻസർ ചെയ്യാൻ പറ്റുന്നുണ്ടോ നോക്കാം. എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ നമ്മുടെ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്തോളൂ. മിസ് ഉടനടി നിങ്ങൾക്ക് റിപ്ലൈ തരുന്നതായിരിക്കും. ക്ലിയർ അല്ലേ? ഓക്കെ അല്ലേ? യെസ്. അപ്പോൾ മിനിറ്റുകൾ കൊണ്ട് നമ്മളിത് റിഡോക്സ് റിയാക്ഷൻ പഠിച്ചു കഴിഞ്ഞു. ഇതേപോലെ ഇനിയും ഒരുപാട് വീഡിയോസ് മിസ് ചെയ്യാം. എൻ്റെ മക്കൾ പറയുന്ന പോലെ അതും ചെയ്യാം കേട്ടോ. അപ്പോൾ എന്തൊക്കെ വേണം എന്നുള്ളത് നമ്മൾക്ക് എക്സാം വരാറായി. അതിനു മുന്നേ എന്തൊക്കെ വേണം എന്നുള്ളത് കമന്റ് ചെയ്യാം. ക്ലിയർ അല്ലേ? യെസ്. അപ്പോൾ ഈ വീഡിയോസ് നിങ്ങളുടെ ഫ്രണ്ട്സിന് അയച്ചു കൊടുക്കുക, അവരും പഠിക്കട്ടെ. എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ നിങ്ങളത് ഷെയർ ചെയ്ത് കൊടുക്കുക. പരസ്പരം ഷെയർ ചെയ്ത് ഒന്നിച്ചിരുന്ന് പഠിക്കാം. ഓക്കെ. അപ്പോൾ കൂടുതൽ വീഡിയോസിനായി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ആൻഡ് ഈ വീഡിയോ ലൈക്ക് ചെയ്യുക. നമുക്കിനി വീണ്ടും കാണാം. ബൈ.